മീൻസ് അപ്പോൾ നമുക്ക് അടിപൊളിയായി ക്രാഫ്റ്റ് ചെയ്താലോ. ക്രാഫ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ബോട്ടിലാട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള നമ്മളെ പെയിൻറ്റൊക്കെ കഴിഞ്ഞൊരു ബോട്ടിലേ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പേസ്റ്റൽ പേർപ്പിളും പേസ്റ്റൽ പിങ്ക് അങ്ങനെയൊക്കെ ആയിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഇടയത്ത് പേസ്റ്റൽ കളേഴ്സിനോട് ഭയങ്കര ക്രേസ് ഉണ്ട്. പിന്നെ നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു മോൾ ഭാഗത്ത് ഫുള്ളൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചാക്കൊക്കെ തുന്നുന്നൊരു നൂലില്ലേ, ഒരു വൈറ്റ് ത്രെഡ്, അതെടുത്തിട്ട് ഞാൻ അതിന് ചുറ്റും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അല്ലാതെ വേറൊരു ബ്രൗൺ കളറിലൊരു ത്രെഡും ഉണ്ട് കേട്ടോ, അത് ചുറ്റിയാലും രസം ഉണ്ടാവും. എനിക്കത് തോന്നി കുറച്ചും കൂടി രസം വൈറ്റാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വൈറ്റ് ചുറ്റി. അതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്രീൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ എൽ എന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഗ്രീൻ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തോ. അങ്ങനെ എൽ എന്ന് എഴുതി കൊടുക്കാം. നല്ല തിക്കിൽ എഴുതണം കേട്ടോ. ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റത്തേക്ക് തിക്കാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ലൈറ്റ് ഒരു ഇതിൽ എഴുതി കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ തിക്കാക്കിയതാണ് കേട്ടോ. ഈ ഓല് നിങ്ങൾക്ക് കാണാം, ഞാൻ ലാസ്റ്റത്തേക്ക് തിക്കാക്കി കൊണ്ടുവരുന്നത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. വളരെ കുറച്ച് പേരെ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ 100K ആയാൽ ഗിവ് അവേ ഉണ്ടാവും, ഒരു അടിപൊളി ഗിവ് അവേ. ഓക്കെ, അതിൻ്റെ മുന്നേ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഗിവ് അവേ വെക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് ഗിവ് അവേ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യണേ, ഗിവ് അവേ വേണമെന്നുള്ളവർ. അതിന് ശേഷം ഞാൻ പിന്നെ എൽ എഴുതി, ഒ എഴുതി, വി എഴുതി, ഇപ്പോൾ ഇയും കൂടി എഴുതാണ് കേട്ടോ. നമ്മളിതാ ഇവിടെ ഇയും കൂടി എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി തിക്കിൽ എഴുതി കൊടുക്കണേ. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ട എന്നത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ.